ഗ്രീസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ എന്താന്ന് വെച്ചാൽ ഒരു ഹെന്ന എളുപ്പത്തിൽ എങ്ങനെ ഹെന്ന തയ്യാറാക്കാം. അതായത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഹെന്ന തയ്യാറാക്കാം എന്നാണ് കേട്ടോ. ഇത് ഞാൻ കുറേ യൂട്യൂബിൽ പല വിധത്തിലുള്ള ഹെന്നകൾ ഞാൻ ഇതിന് മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എഫക്റ്റീവായിട്ട് കുറേ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഹെന്ന കിട്ടുന്നത്. കാരണം കുറേയൊക്കെ നമ്മൾ ചെയ്തത് അത്ര കളറോ കാര്യങ്ങളോ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. പല രീതിയിൽ പലരും ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും മൈലാഞ്ചിപ്പൊടി അധികം വാങ്ങിക്കലാണ് ഓൺലൈനിൽ നിന്ന്. ഇതിപ്പോൾ മൈലാഞ്ചി നമ്മളെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു ചേച്ചി കുറച്ച് അവരുടെ വീട്ടിൽ മൈലാഞ്ചി വെട്ടിയപ്പം നമുക്ക് കുറച്ച് തന്നായിരുന്നു. അത് ഞാൻ ഉണക്കി വെച്ചിട്ട് കുറേ നാളായിട്ടോ. കൊമ്പും കോലൊക്കെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അത് ഉണക്കി വെച്ചിട്ട് കുറേ ആയി. അന്നേരം ഞാനിതിനെന്ത് ചെയ്യാം, മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് തലക്ക് എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചലിന് ഇപ്പോഴത്തെ ഈ ചൂടിന് നമുക്ക് മുടി കൊഴിച്ചലിന് ഏറ്റവും ബെറ്ററാണ്. കണ്ടോ, ഇങ്ങനെ ഉണക്കി വെച്ചതാണ്. നേരെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളെ കട്ടൻ ചായയാണ് കേട്ടോ. കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ കളറ് മുഴുവനായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങണം കേട്ടോ. അത് മുഴുവനായിട്ട് ഇറങ്ങട്ടെ. അതിനകത്ത് മെയിനായിട്ടുള്ള ഒരു സാധനം കൂടി ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ലാസ്റ്റാണ് അത് നമ്മൾ ഇടുക. അന്നേരം ഞാൻ പറഞ്ഞുതരാം. ഇത് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ഇത് കാപ്പിപ്പൊടി ഇട്ടിട്ട് ചെയ്യണവരുണ്ട്, ചായപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. കാരണം ഞാനിപ്പോൾ ചെയ്യുന്നത് ചായപ്പൊടി മാത്രമാണ്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നമ്മളെ മൈലാഞ്ചി ഇതാ ഞാൻ 2 പ്രാവശ്യമായിട്ടാട്ടോ പൊടിച്ചത്. കുറേ ഇടുമ്പോൾ ചിലപ്പോൾ പൊടിയാതിരുന്നാലോ വിചാരിച്ചിട്ട് 2 തവണയായിട്ടാണ് പൊടിച്ചെടുക്കുക. കാരണം നല്ലോണം പൊടിച്ചെടുക്കുക കേട്ടോ. നേരെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. എൻ്റെ അടുത്ത് പൊടിക്കുന്ന ജാർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ അരക്കിനയിൽ തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുത്താണ്. പൊടിക്കുന്ന ജാറിലിട്ട് പൊടിക്കുന്ന ഏറ്റവും ബെറ്റർ. അതായത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. നേരെ അത്രയും ഉണ്ട് നമുക്ക് പൊടിച്ചെടുത്തപ്പോൾ. അത് നമ്മളെ ചായ ഇതാണ്ടോ നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നേരെ ഞാൻ ഇതിനെ തണുപ്പിച്ച് കൊണ്ടതാണ് കേട്ടോ. നല്ല തിളച്ചതായതുകൊണ്ട് ഞാൻ തണിച്ച് കൊണ്ടത്. കുറച്ച് സ്പൂൺ എടുത്ത് അതിനെ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. സ്പൂണ് വെച്ച് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. അതായത് നന്നായിട്ടൊന്ന് പീച്ചി ഇതിൻ്റെ സത്ത് മുഴുവനായിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. കുഞ്ഞോ കുരുത്തക്കട കളിക്കല്ലേ. അരിച്ചെടുക്കുമ്പോൾ കണ്ടോ നല്ല കളർ ഉണ്ടാവും കേട്ടോ. കണ്ടോ നല്ല നമ്മളെ വെള്ളം ഉരുക്കി ഒരു കളറിൽ കിട്ടും കേട്ടോ. അതായത് ഈ ഒരു കളറിൽ കിട്ടണം. കാരണം ഇനി നമ്മൾ കലക്കി വെക്കുന്നത് നമ്മളെപ്പോഴും എണ്ണ തയ്യാറാക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇരുമ്പിൻ്റെ ചീൻചട്ടി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എന്ത് സാധനം കലക്കി വെക്കുമ്പോൾ തലേ ദിവസം ഇരുമ്പ് ചീൻചട്ടിയിലിട്ട് കലക്കി വെക്കണം. കാരണം നമ്മളെ മൈലാഞ്ചിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇല്ലാത്തവർ വേണമെന്നില്ല കേട്ടോ. അത് ഓപ്ഷനിലാണ്. പൊന്നു നോക്കണേ, ഇത് ഓപ്ഷനിലാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഓൺലൈനിൽ തന്നെ വാങ്ങിച്ചാണ്. അന്നേരം ഇതിൻ്റെയൊക്കെ പിന്നെ ഓൺലൈനിൽ ഇത് കിട്ടും. അന്നേരം ഇതിൻ്റെ ഞാൻ ഇതിൽ വീഡിയോയിൽ ടാഗ് ചെയ്ത് വെക്കാം. അന്നേരം ആവശ്യമുള്ളവർ ഓൺലൈനിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പിന്നെ വോയിസ് ഇടുകയാണ് കേട്ടോ. കാരണം അന്നേരത്തേക്ക് നമ്മളെ കുഞ്ഞാപ്പുക്കുട്ടീൻ്റെ ഒച്ചയും ബഹളവും ഭയങ്കര ജഗപൊകയായി. അതുകൊണ്ടാണ് കേട്ടോ. അന്നേരം ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് ഞാൻ പറഞ്ഞില്ലേ, പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നെല്ലിക്കേൻ്റെ പൊടിയുണ്ട്, ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയുണ്ട്, കഞ്ഞുണ്ണീൻ്റെ പൊടിയുണ്ട്, നീലാമ്പരീൻ്റെ പൊടിയുണ്ട്. ഇത്രയും സംഭവങ്ങളുണ്ട് കേട്ടോ. അന്നേരം ഇതെല്ലാം കൂടെ ഞാൻ എണ്ണ കാച്ചാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. അന്നേരം പിന്നെ എണ്ണ കാച്ചതിൻ്റെ ബാക്കി ഞാൻ അവിടെ വൃത്തിയിൽ എടുത്തു വെച്ചു. അന്നേരം ഒന്നും ആയിട്ട് ഞാൻ ചോദിച്ചു അതും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നെല്ലിക്കേൻ്റെ പൊടി മാത്രം മതി. നമ്മൾ മൈലാഞ്ചി തയ്യാറാക്കുമ്പോൾ അതിൽ മൈലാഞ്ചി പൊടിയും നെല്ലിക്കേൻ്റെ പൊടിയും മാത്രം മതി കേട്ടോ. ഇത് ഞാൻ പിന്നെ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഇനി വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഇടുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തേക്ക് അവിടെ വമ്പ ജഗപൊക്കെയായിരുന്നു കേട്ടോ. നേരം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് നമ്മളെ ചായ വെള്ളം ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. അന്നേരം ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല നൈസ് പൊടി കിട്ടും. ഇതിപ്പോൾ നമ്മൾ പൊടിച്ചതുകൊണ്ട് തന്നെ കുറച്ചൊരു തരിതരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പൊടിക്ക്. അല്ലെ അരിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നൈസ് കിട്ടും തോന്നുന്നുണ്ട്. ഞാൻ അരിച്ചൊന്നുമില്ല, അങ്ങനെ തന്നെ അങ്ങോട്ട് കലക്കി കേട്ടോ. അരുതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. കുറച്ചൊരു തിക്നെസ്സിൽ നല്ല ലൂസും അല്ലാത്ത ഈ ഒരു പാകത്തിന് കലക്കി വെക്കുക കേട്ടോ. അന്നേരം രാവിലത്തേക്ക് നമുക്ക് വേണമെന്ന് വെച്ചാൽ ലേശം
വെള്ളം വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. നമുക്ക് തിക്നെസ് കൂടുതലാണെങ്കിൽ. അന്നേരം ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ചെറുനാരങ്ങയാണ് കേട്ടോ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. ചെറുനാരങ്ങയാണ്. ഇതിപ്പോൾ നമുക്ക് ചെറുനാരങ്ങ ഇല്ല തൈരുണ്ടെങ്കിൽ തൈരാണെങ്കിൽ രാവിലെ നമ്മൾ തേക്കാൻ നേരത്ത് കുറച്ച് മിക്സ് ചെയ്തിട്ട് തേക്കാം കേട്ടോ. അല്ലെങ്കിൽ ചെറുനാരങ്ങയാണെങ്കിൽ തലേന്ന് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ നീര് ഞാൻ അതിൽ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലർ പറയും തലയിൽ ചെറുനാരങ്ങ തേച്ചാൽ മുടി നരയ്ക്കുന്നൊക്കെ പറയും. എൻ്റെത് ഓൾറെഡി ഏകദേശം എനിക്ക് നര വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല കേട്ടോ. 30-35 വയസ്സാകുമ്പോഴത്തേക്ക് എൻ്റെ മുടി ഏകദേശം നര വന്നിട്ടുണ്ട്. ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഇതുപോലെ ഹെന്ന ചെയ്തിട്ട് പിറ്റേ ദിവസം നീലാമരി പൊടിയില്ലേ അത് തലയിൽ തേച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ മുടീനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അന്നേരം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ മുടി നര വന്നിട്ടുണ്ട് എന്നുള്ളത്. അറിയാത്തവർക്ക് അറിയില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നര വന്നിട്ടുണ്ട്. അത് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പം ഉള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇരുമ്പ് ചീഞ്ചട്ടിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പം കണ്ടോ അതിൻ്റെ ഇരുമ്പ് സത്ത് ഇളകുന്നുണ്ടോ. നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ വരും. നിരയിൽ നെല്ലിക്കാപ്പൊടി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ലോണം വരും കേട്ടോ. ഞാനിതിപ്പം എല്ലാ പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് എല്ലാം കൂടെ കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ഇത്. നെല്ലിക്കപ്പൊടി ഉണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് ഷെയ്ഡ് വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പനിക്കൂർക്കേൻ്റെ ഇല ഒന്ന് ചതച്ചിട്ട് അരച്ചിട്ട് ചേർക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ചായവെള്ളം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പനിക്കൂർക്ക ഇലയും കൂടി ഇട്ട് തിളപ്പിക്കണം നല്ലതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജലദോഷം, ചിലർക്ക് ഇത് തണുപ്പ് തട്ടുമ്പോൾ ജലദോഷവും പനിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പനിക്കൂർക്കേൻ്റെ ഇലയും കൂടി ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ജലദോഷവും പനിയൊന്നും പിടിക്കില്ല കേട്ടോ. പിന്നെ പനിക്കൂർക്കേൻ്റെ ഇല നല്ലൊരു ഹെയർ ഡൈയും കൂടിയാണ് കേട്ടോ. തലയ്ക്ക് ഏറ്റവും നല്ലൊരു സാധനം കൂടിയാണ്. പിന്നെ എൻ്റെ തലയിൽ അധികം ഹെയർ കെയർ ചെയ്ത് തരിക പൊന്നൂസാണ് കേട്ടോ. അന്നേരം തല ഇത് ചെയ്യുമ്പോൾ നമ്മൾ തലേ ദിവസം നന്നായി ഷാമ്പൂ ചെയ്ത് ഒരു തുള്ളി എണ്ണമെഴുക്കില്ലാത്ത വിധത്തിൽ നമ്മളെ മുടീനെ ആക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് ചെയ്യണമെങ്കിൽ, എന്നാലേ നന്നായിട്ട് ഇത് പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ ഹെന്ന ചെയ്ത് ഒരു 2 മണിക്കൂർ വെക്കുന്നവർക്ക് വെക്കാം. ഇതിപ്പോൾ ഈ മൈലാഞ്ചി വളരെ കളറ് കുറവാണ് കേട്ടോ. വളരെ കളറ് കുറവ് തന്നെ. ഈ മൈലാഞ്ചിൻ്റെ പ്രോബ്ലമാണ് ഈ കളറില്ലായ്മ വന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മൈലാഞ്ചി പൊടിയൊക്കെ നല്ല കളർ ഉണ്ടാവും. ഈ മൈലാഞ്ചി തീരെ കളറില്ലാത്ത മൈലാഞ്ചിയാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ ചുരുട്ടി വെക്കുന്നവർക്ക് ചുരുട്ടി ഇങ്ങനെ ചെയ്ത് വെക്കാം. എൻ്റെ മുടി നീട്ടം കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ. പൊന്നൂസ് പിന്നെ പല വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ അവളെൻ്റെ തല മുഴുവൻ തേച്ച് തന്നിട്ടുണ്ട്. അതൊരു ചട്ടി മുഴുവൻ എൻ്റെ തലയിൽ അവൾ തേച്ച് പിടിപ്പിച്ചു കേട്ടോ. ഒരു ചീഞ്ചട്ടി നിറയെ ഉള്ളത് മുഴുവൻ തേച്ച് പിടിപ്പിച്ചു. ഞാൻ ഒരു 2 മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ കഴുകി കളഞ്ഞത്. ഇതിന് ശേഷം നമുക്ക് നീലാമരി ചെയ്യാം പിറ്റേ ദിവസം. പിന്നെ എനിക്ക് അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ പിന്നെ ചെയ്യാം. നീലാമരി ചെയ്യുന്ന വീഡിയോസ് ഞാൻ പിന്നെ ചെയ്ത് കാണിക്കാം കേട്ടോ. തുടക്കക്കാർക്കാണെങ്കിൽ ആദ്യത്തെ ഒരു പ്രാവശ്യം കൊണ്ട് നീലാമരി ചെയ്താൽ കളർ വരില്ല. 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മാസത്തിൽ 1-2 തവണയൊക്കെ ചെയ്താൽ മതിയാവും. നല്ല കളർ കിട്ടും കേട്ടോ. എനിക്ക് നല്ല അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ജലദോഷവും പനിയൊക്കെ തണുപ്പ് പിടിക്കുന്നവർക്കാണെങ്കിൽ ഇത് പറ്റൂല കേട്ടോ. നീലാമരിയൊക്കെ ഹെയർ ഭയങ്കര ഡ്രൈ ആക്കും. അതുകൊണ്ട് നന്നായി തണുപ്പും ജലദോഷമൊക്കെ പിടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പറ്റത്തില്ല. എനിക്ക് മഴക്കാലമായ പറ്റിയേ ഇല്ല കേട്ടോ. പെട്ടെന്ന് ജലദോഷവും പല്ലുവേദന തണുപ്പ് പെട്ടെന്ന് ഇറങ്ങും. പിന്നെ ഇതാ ഞാൻ പുഴയിൽ പോയിട്ടാണ് കഴുകുന്നത്. നേരം നല്ലോണം തലേന്ന് കഴുകി കളയേണ്ടതുകൊണ്ട് തന്നെ ഞാൻ പുഴയിലേക്ക് വിട്ടു. കാരണം വീട്ടിൽ കഴുകിയാൽ ഞാൻ കുറേ വെള്ളം ഏറ്റേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ പുഴയിലേക്ക് വിട്ടത്. എന്നിട്ട് പുഴയിൽ പോയി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. കുറച്ച് സമയം എടുത്ത് നന്നായി കഴുകി കളഞ്ഞെടുത്ത് നേരെ ഇപ്പോൾ കളർ വന്നോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി വെളുത്ത് കുറച്ച് ഞാൻ പറഞ്ഞില്ല വെള്ള കളർ ഉള്ളത് കൊണ്ട് അതിലേക്കൊരു കളർ നന്നായി പിടിച്ചിട്ടില്ല. എന്നാലും ചെറിയൊരു രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇത് മുടി കളർ ചെയ്യാനല്ലാതെ തന്നെ നമ്മുടെ മുടീനെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇത് ഏറ്റവും നല്ലൊരു